നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സ്വജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ 2025 നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫല സാധ്യതകളാണ്. ഇത്തരത്തിലുള്ള ഗുണദോഷ ഫല സാധ്യതകൾ നമ്മൾ ജ്യോതിഷപരമായി പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മേടക്കൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതകരുടെയും ജാതകം അനുസരിച്ച് 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥന്റെയും അപകാരനാഥന്റെയും സ്വാധീന ഫലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ 2025 നവംബർ ഡിസംബർ മാസ ഫലസാധ്യത വിവരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചരരാശി ഗ്രഹസ്ഥിതികൾ പരിശോധിച്ചാൽ വ്യാഴം 3-4 ഭാവങ്ങളിലും, കേതു 5-ലും, 11-ൽ രാഹുവും, 12-ൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതായത് 7 ശനിയുടെ ഒരു ദോഷ കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമ്മുടെ നവംബർ ഡിസംബർ മാസങ്ങളിലെ ഫലസാധ്യത പറയുമ്പോൾ നമുക്ക് ആദ്യം അശ്വതി നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരാൻ ഇടയുള്ളതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ 2025 നവംബർ മാസത്തിൽ അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നവംബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഉയരങ്ങളിൽ കയറി ഇറങ്ങുമ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയുമാണ്. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യഥാസമയം മരുന്ന് ഉപയോഗിക്കുന്നവർ അത് കഴിക്കാൻ മറന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ കാലയളവിൽ നടന്നു കിട്ടാനായിട്ട് ഇടയുണ്ട്. മക്കൾ മൂലം ചില ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. സഹോദരന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ അഭിപ്രായ ഭിന്നതകളും ഈ കാലഘട്ടത്തിൽ വന്നു ഭവിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കുടുംബപരമായിട്ട് തീരുമാനമുണ്ടാകേണ്ടുന്ന ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുടുംബത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും മാറി നിന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകേണ്ടുന്ന ഒരു കാലഘട്ടം. അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങളിൽ നിന്നും പോയി ചാടാതിരിക്കുക. മറ്റുള്ളവരുടെ വിരോധത്തിനിടയാകുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ പക്ഷം പിടിച്ച് സംസാരിക്കുവാനോ ഒന്നും പോകാതിരിക്കുകയാണ് ഈ കാലയളവിൽ നല്ലത്. സാമ്പത്തികപരമായിട്ട് ചിലവ് അല്പം അധികരിച്ചിരുന്നാൽ പോലും കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ധനാഗമം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടോ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ ഏകദേശം സഫലീകൃതമാകുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ഈ കാലഘട്ടത്തിൽ വേണ്ടിവരും. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അമിത ചെലവിലേക്ക് നയിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും നവംബർ മാസം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. എന്നാൽ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില കടബാധ്യതകളൊക്കെ തീർക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്നതും ആയിരിക്കും. ഇനി അശ്വതി നക്ഷത്ര ജാതകരുടെ തന്നെ ഡിസംബർ മാസ ഫലസാധ്യതയിലേക്ക് കടന്നാൽ വളരെയേറെ കരുതലോടുകൂടെ തന്നെ ഈ മാസത്തിൽ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തുക. തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിൽ പോലും വളരെയേറെ ജാഗ്രതയോടെ തന്നെ പോകണം. മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ സാഹസികമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഇടപെടരുത്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതെ അവനവന്റെ കാര്യങ്ങൾക്ക് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കുടുംബപരമായിട്ടുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വലിയ കലഹത്തിലേക്ക് മാറാതിരിക്കുവാൻ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കുമ്പോൾ കോപാധിക്യം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുള്ള കാലഘട്ടമല്ല. ഇത്രയും കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ അശ്വതി നക്ഷത്രയാതിരെ സംബന്ധിച്ച് 2025 നവംബർ മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്തിയാട്ടം, മുൻകോപം, സാഹസികത, ശ്രദ്ധയില്ലായ്മ എന്നിവ കൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ധനപരമായിട്ടുള്ള വഞ്ചനകളോ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരിക്കുക. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നവംബർ മാസം വളരെയേറെ ഗുണകരമായിരിക്കും. ഡിസംബർ മാസത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നവംബർ മാസത്തിൽ ഉണ്ടായിരുന്ന ഗുണാനുഭവങ്ങൾ ഏകദേശം തുടരുമെങ്കിലും ഡിസംബർ മാസം 5-ാം തീയതിക്ക് ശേഷം പുതിയ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരികയും വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് അശ്വതി നക്ഷത്രയാതിരെ സംബന്ധിച്ച് 2025 നവംബർ ഡിസംബർ മാസ ജ്യോതിഷ ഫല സാധ്യതയായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക, ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ നീരാജനം സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നവംബർ 5-ന് ശേഷം ഡിസംബർ മാസത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക എന്നിവ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഭരണി നക്ഷത്രയാതിരെ സംബന്ധിച്ചാണ്. 2025 നവംബർ മാസത്തിൽ അവർക്ക് ഏകദേശം കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കുന്നതാണ്. അനാവശ്യമായിട്ടുള്ള തിടുക്കം ചില കാര്യങ്ങൾക്ക് തടസ്സം വരുത്തിയേക്കാം. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം ചില ദുഷ്കീർത്തികൾക്കിടയുണ്ട്. മറ്റുള്ളവരുമായിട്ട് ഏത് കാര്യത്തിലും സംവദിക്കുമ്പോൾ സ്വാർത്ഥതയുടെ ഭാവത്തിൽ ചില കാര്യങ്ങൾ, ചില വാക്കുകൾ സംസാരിക്കാനിടയുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാഹസികത ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. ഉയരങ്ങളിൽ കയറി ഇറങ്ങുന്ന ജോലി ചെയ്യുന്നവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ അതൊരു വലിയ പ്രശ്നങ്ങളായി മാറാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൂടെ കൊടുക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശ തർക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശം പരിഹരിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വിദേശ സഞ്ചാരത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിലും വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എന്നാൽ കുറച്ചധികം ധനം ആവശ്യമില്ലാത്ത ദുർവ്യയത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന തരത്തിൽ കുറച്ചധികം ധനച്ചിലവ് ഈ കാലഘട്ടത്തിൽ വരാനിടയുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ച് 2025 ഡിസംബർ മാസത്തിലെ ഫലസാധ്യത എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വഞ്ചനകൾക്കും തട്ടിപ്പിനും ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഒഴിവാക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ധനദുർവ്യയം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. വിവാഹാദി മംഗളകർമ്മങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ നീക്കിയെടുക്കുവാൻ തുറന്ന സംസാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരാനിടയുണ്ട്. അത്തരം കാര്യങ്ങളെയും മനസ്സംയമനത്തോടുകൂടെ തന്നെ സമീപിക്കണം. എല്ലാ കാര്യത്തിലും ഒരു നിരാശ അല്ലെങ്കിൽ ഒരു കാര്യതടസ്സം പോലെയൊക്കെ വന്ന് ഭവിച്ചേക്കാം. അതിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുവാൻ വേണ്ടുന്ന ഒരു ആത്മശക്തി വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത് നവംബർ 2025 നവംബർ മാസത്തിൽ ശനിപ്രീതി വരുത്തുക, ശനിയാഴ്ച ദിവസം നീല നിറത്തുള്ള വസ്ത്രം ധരിക്കുക, നീരാജനം സമർപ്പിക്കുക ശാസ്താവിന്. ഡിസംബർ മാസം മുതൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ശനിപ്രീതി വരുത്തുന്നതിനോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി മഞ്ഞ നിറത്തുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണുവിനുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് മേടക്കൂറിൽ തന്നെ ഉൾപ്പെടുന്ന കാർത്തിക 1-ാം പാദ നക്ഷത്രത്തെ സംബന്ധിച്ച്
കാർത്തിക 1-ാം നക്ഷത്രത്തിനെ സംബന്ധിച്ച് 2025 നവംബർ മാസത്തിൽ കാര്യങ്ങൾ ഏകദേശം അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടാനിടയുണ്ട്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന ചില തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. സാമ്പത്തികമായി ലഭിക്കുവാനുള്ള വിഷയങ്ങളെ എവിടെന്നെങ്കിലും സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാവാം, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊടുക്കൽ വാങ്ങൽ നിന്നാകാം. അത്തരത്തിൽ സാമ്പത്തികം വന്നു ചേരുവാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഏകദേശം വിജയിക്കുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ യാത്രകൾ വേണ്ടി വരും. യാത്രയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും യാത്രാവേളകളിൽ ചില കഷ്ടനഷ്ടങ്ങൾക്കോ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോകാനോ മറന്നു പോകാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. വാഹനങ്ങളുമായിട്ട് ഇടപെടുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചാൽ നടക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത. 2025 ഡിസംബർ മാസത്തിലെ കാർത്തിക 1-ാം നക്ഷത്ര അതിലൂടെ ഏതൊക്കെ തരത്തിലുള്ള ഫലസാധ്യതകളാണ് വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ, കടബാധ്യതകൾ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഉണ്ടാവാനിടയുണ്ട്. കുടുംബപരമായി ലഭിക്കേണ്ടുന്ന സ്വത്തുക്കളെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ആശങ്കകളോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടും ശ്രദ്ധക്കുറവ് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ ഏകദേശം നടന്നു കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ കുറച്ച് കടുപ്പമാണ് പഠനമെന്നൊക്കെ തോന്നാനിടയുള്ളൊരു കാലഘട്ടം കൂടെയാണ്. ഇനി ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് മേടക്കൂറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഫലം പറഞ്ഞാൽ 2025 നവംബർ മാസം എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബപരമായോ തൊഴിൽപരമായോ ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. അശ്രദ്ധ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നേക്കാം. വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകളും ചില കാര്യ നേട്ടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സഹോദരന്മാരുമായിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരാനിടയുണ്ട്. സ്ഥാനമാറ്റം സംബന്ധിച്ചും ധന ദുർച്ചിലവ് സംബന്ധിച്ചും ആശങ്കകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ മേടക്കൂറുകാരെ തന്നെ സംബന്ധിച്ച് പൊതുവായ ഫലം 2025 ഡിസംബർ മാസത്തിൽ പറഞ്ഞാൽ, ഡിസംബർ മാസം 5-ാം തീയതി വരെ വലിയ കുഴപ്പമില്ലാതെ പോയാലും ഡിസംബർ മാസം 5 കഴിയുമ്പം സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ വർദ്ധിക്കും. കടക്കാരൊക്കെ വന്നിച്ചിരി ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ നിസ്സാരമെന്ന് കരുതിയിരുന്ന ചില രോഗദുരിതങ്ങൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിപ്പയറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിച്ചുപണിയോ ഒക്കെ വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കാശ് ചെലവാകാനിടയുണ്ട്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനോദുഃഖത്തിനിടയാകും. ഭാഗ്യത്തിന്റെ കടാക്ഷം ഇല്ലായ കൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ സത്കർമ്മ വിഘ്നം തന്നെ സംഭവിച്ചേക്കാം. പ്രതാപവർദ്ധനവിനിടയുണ്ടെങ്കിൽ പോലും പാരമ്പര്യം പുരാതനമായിട്ട് ലഭിക്കേണ്ടുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ മാറ്റമോ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതും കൂടെ ആകുന്നു. അപ്പോൾ 2025 നവംബർ ഡിസംബർ മാസങ്ങളിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1-ാം നക്ഷത്രാതിരെ സംബന്ധിച്ച് അവർക്ക് 2025 നവംബർ മാസം എന്ന് പറയുന്നത് നിലവിലുള്ള ഇടരശ്ശനി കാലത്ത് പൊതുവെ കുറച്ച് അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഡിസംബറോടുകൂടെ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ഗുണഫലങ്ങൾക്ക് നേരിയ തോതിൽ മങ്ങലേൽക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഈ ചരരാശി ഗ്രഹസ്ഥിതി വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അശ്രദ്ധ കൊണ്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ആലോചന ശൂന്യമായ രീതിയിൽ ഇടപെടുന്നത് കൊണ്ടും കഷ്ടനഷ്ടങ്ങൾ വന്നു ഭവിക്കാതിരിക്കാനും അതിസാഹസികത കൊണ്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ ഓരോ മാസത്തെയും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.